ഇത്രയും നേരമായിട്ട് ഒരാളും എത്തിയിട്ടില്ലല്ലോ. ഇതാ നമ്മുടെ കൃഷി ഓഫീസ്. ഇനിയിപ്പോൾ എന്നാ ചെയ്യാനാ? അവിടെ എങ്ങാനും പോയി ഇരിക്കാം. രണ്ടു കോണിൽ ഏതാ? ആ പറയൂ. പറയുന്ന അതിപ്പോ കാറ്റും മഴയായിട്ട് ഒരുപാട് സ്ഥലത്ത് പിന്നെ കൃഷി നശിച്ചിട്ടുണ്ട്. നിങ്ങളെ കാര്യം മാത്രമല്ലല്ലോ അത്. അതിനിപ്പോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതൊക്കെ പ്രകൃതി ഉണ്ടാക്കണല്ലേ. ആ ശരി, വെച്ചോളി. അല്ല കേട്ടോ, വല്ലാത്തൊരസുഖമാണ്. ഈ വാങ്ങോട്ട് വന്ന സഹിയല്ല കേട്ടോ സാറേ. സാറേ, ഈ ചെറുപുളി ഉണ്ടല്ലോ, ചെറുപുളി അത് അരിഞ്ഞ് നല്ലപോലെ ചതച്ച അതിൽ കുറച്ച് ചെറുതേൻ ഒഴിച്ച് അതൊന്ന് ഇളക്കി ഒരു 3 നേരം 3 ദിവസം അങ്ങ് കഴിച്ചാൽ ഉണ്ടല്ലോ. അതുപോലെ ഈ കുത്തി ചുമയൊക്കെ എല്ലാം ഉണ്ടെങ്കിലേ ഈ ഗ്രാമ്പു ഉണ്ടല്ലോ, ഗ്രാമ്പു ഒന്ന് നല്ലപോലെ ചതച്ച് തേൻ ചേർത്ത് ഒരു അരമുറി ചെറുനാരങ്ങ അങ്ങ് പിഴിഞ്ഞ് അങ്ങ് സേവിക്കണം. അങ്ങ് എല്ലാം അങ്ങ് മാറും കേട്ടോ. അതെ, മരുന്നൊന്നും വേണ്ട. ഒന്നാമത് വല്ലോ ശമ്പളം കിട്ടിയിട്ടൊക്കെ വരും. ഇതിപ്പോ ഇടത്തേടത്തൊക്കെ വന്ന കാശ് വേണ്ടേ? ഞാൻ മരുന്ന് കച്ചവടത്തിൽ നിന്ന് വന്നതല്ല കേട്ടോ സാർ. ഇദ്ദേഹത്തിനെ വന്നപ്പോ നല്ല വലിവ്. അപ്പൊ ആ മരുന്ന് വലിക്കണം. നാടൻ മരുന്നൊക്കെ ഒരുപാട് ഉപയോഗിച്ച് പറ്റാനിട്ട് ഇപ്പൊ എന്തെങ്ങനെ അടിക്കണം അല്ലേ? പാരമ്പര്യമാണോ? എന്താ വന്നെന്താ മാറുകയല്ല കേട്ടോ. എന്താ വല്ലാത്ത അലർജിക്കല്ല മാറും സാറേ. ഞാനൊരു കൃഷിക്കാരനാ. 100 മടക്കി കൃഷി ഉണ്ടായിരുന്നു. ഇപ്പൊ ഒന്നുമില്ല കേട്ടോ, എല്ലാം പോയി നയിച്ച്. അതുവഴി റോഡൊക്കെ വന്നപ്പോഴേ കുറെ പേരൊക്കെ കൊടുത്ത് എൻ്റെയും കൂടെ സ്ഥലമൊക്കെ പോയി. പിന്നെ മക്കളൊന്നും ഇല്ല കേട്ടോ. ഇപ്പോൾ എല്ലാവരും പുറത്ത് അവിടെ ഇവിടെയൊക്കെ ജോലി ചെയ്യുക. അപ്പം എനിക്ക് താല്പര്യം കൊണ്ട് എനിക്ക് കൃഷിയല്ലാതെ വേറെ ഒന്നും അങ്ങ് എനിക്കിഷ്ടപ്പെടുകയല്ല. പിള്ളേരെല്ലാം പറഞ്ഞു വേറെ എന്തെങ്കിലും കടയെല്ലാം ഇട്ടും എന്തെങ്കിലുമൊക്കെ ചെയ്യാമേ. എനിക്ക് താല്പര്യമില്ല കേട്ടോ. അപ്പം എനിക്ക് വേണ്ടി ഒരു 10 ഏക്കർ അങ്ങനെ നിർത്തിയിരിക്കുക. 10 ഏക്കർ തന്നെ. 10 ഏക്കർ കൃഷിയുണ്ട്. അത് ഞാൻ ചെയ്യുന്നുണ്ട്. ഈ പറഞ്ഞതുപോലെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്നാന്ന് വെച്ചാൽ ഈ വെള്ളം അങ്ങ് കയറുമ്പോൾ ഈ ആഫ്രിക്കൻ പായലെല്ലാം കൂടി അങ്ങ് വന്ന് നശിപ്പിച്ച് കളയുക. ഇപ്പം നെല്ലേതാ പായലേതാന്നൊന്നും അറിയാൻ പറ്റുകയില്ല. അങ്ങനെ കിടക്കുക. അപ്പം എനിക്ക് കുറച്ച് കീടനാശിനി ഉണ്ടെങ്കിൽ ഒന്ന് തന്നേക്കണം. അല്ല, ഈ ആഫ്രിക്കൻ പായൽ പോകാൻ കീടനാശിനി പറ്റുന്ന ആരാ പറഞ്ഞു? ആരും പറഞ്ഞിട്ടല്ല, ഇത് കൃഷി ഓഫീസാണല്ലോ. അപ്പോൾ ഇവിടെയും കുറേ കീടനാശിനികളുണ്ടല്ലോ. അല്ല, നിങ്ങളല്ല എൻ്റെ സാറേ, ഇവിടെ കീടനാശിനികൾ വല്ലതും ഇരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് സഹായിച്ചാൽ നന്നായി കേട്ടോ. അല്ല, ഈ ആഫ്രിക്കൻ പായലിന് കീടനാശിനി ഉപയോഗിക്കാൻ പറ്റൂല എന്നുള്ളത് ഇപ്പൊ നമുക്ക് അങ്ങനെ എടുത്തു തരാൻ പറ്റില്ല. സാറകത്തുണ്ട്, കൃഷി ഓഫീസറെ. സാറോട് ചോദിച്ചോ. അവിടെയാണ് കീടനാശിനി. അല്ല, സാറിൻ്റെ അടുത്ത് കാണുമല്ലോ കീടനാശിനി. വലിയ ഉപകാരം കേട്ടോ. എന്തെങ്കിലും ഒരു സഹായം
അദ്ദേഹം പറഞ്ഞ ഒന്ന് ചെയ്തേക്കണം കേട്ടോ. ഓ അതിനാണല്ലോ ഇവിടെ ഇരിക്കും. പ്രായമായ ആളാ. വലിയ താല്പര്യമാണ് കൃഷിക്ക്. അതല്ലാതെ ഒന്നും വേറെ ചെയ്യാൻ താല്പര്യമില്ല എനിക്ക്. വിളവനെ വിളഞ്ഞ വിത്ത കീടനാശിനി നമ്മൾ എന്തൊക്കെ ട്രോളാണ് ഇറങ്ങണത്. പണ്ടൊക്കെ ഇതെന്താ അത്? ആരാങ്ങള് ഇതെനിക്ക് എന്നതാ എനിക്ക് അറിയാമാണത്. അത് അടിക്കുന്നത് എന്നതാ അങ്ങനെ അടിക്കുന്നത് സാറേ? ഇതൊരു പ്ലാസ്റ്റിക് കുപ്പി അല്ലയോ? പ്ലാസ്റ്റിക് കുപ്പിയാ. പ്ലാസ്റ്റിക് കുപ്പി എന്റെ മേലുള്ള എന്നെ കൊണ്ട് പറയുന്നത് അതെന്തിനാ ഇവിടെ കൊണ്ടുവച്ചെങ്ങള്? അയ്യോ ഇതൊന്നും ഞാൻ ശ്രദ്ധിച്ചില്ല കേട്ടോ. അതിൻ്റെ അകത്ത് ഇടിയത് അതിൻ്റെ അകത്ത് ഇടി ഫുള്ള് ആപ്പും ഒക്കെ ഉണ്ടല്ലോ. കോട്ടർ ഉണ്ടോ നീ? കാര്യങ്ങളൊക്കെ അറിയാം അല്ലയോ? ഇത് ഓഫീസിൽ ഇതൊന്നും എനിക്ക് ഇഷ്ടമല്ല. അതാണ്. എന്താ പറഞ്ഞത്? ആരാങ്ങള്? എന്താണ് കാര്യം? സാറേ എൻ്റെ പേര് ശീതളെന്നാ. ഞാനൊരു കൃഷിക്കാരനാ. ഇപ്പോൾ ഈ നമ്മുടെ നാട്ടില് ആഫ്രിക്കൻ പയറുണ്ടല്ലോ, അതും അങ്ങ് കൃഷി എല്ലാം നശിച്ചു പോയി. അതെ, പവിത്ര, പഞ്ചമി, കാഞ്ചന, കൈരളി ഇതിൽ ഏത് വിത്തങ്ങൾ കൊണ്ടുവരും? ഇവിടുത്തെ വിത്ത് ഉപയോഗിക്കാൻ മാത്രം അത്ര കഴുതൊന്നും അല്ല ഞാൻ. അതുകൊട്ടെ ഏത് വളം ഉപയോഗിച്ചിരുന്നത്? വളമൊക്കെ ഞാൻ കടം മേടിച്ചും തിരി കഷ്ടപ്പെട്ടുമൊക്കെ നല്ല തരത്തിലേക്ക് ഉപയോഗിച്ചതാ. പക്ഷെ അതിൻ്റെ അടിസ്ഥാനം മുഴുവൻ അങ്ങ് ആഫ്രിക്കൻ പായൽ കൊണ്ടുപോയി. ഈ ആഫ്രിക്കൻ പായൽ നശിപ്പിക്കാനേ ശാശ്വതമായ ഒരു പരിഹാരം ഇതുവരെ നമ്മുടെ നാട്ടിൽ കണ്ടെത്തിയില്ല. അത് അനുഭവിക്കുന്ന യോഗം ശല്യമാ. എന്നതപ്പ ചെയ്യണ്ടേ? ഇനിയിപ്പോ നിങ്ങൾക്ക് ഈ പായൽ അത്ര ബുദ്ധിമുട്ടുണ്ടാക്കണ്ടെങ്കിലേ ഒരു താൽക്കാലികത്തിനൊരു പരിഹാരം ഞാൻ പറഞ്ഞുതരാം. അത് മതി. ഒരു മോട്ടർ വാടക എടുക്കുക. എന്നിട്ട് നിങ്ങളെ നിലത്തുള്ള ഈ വെള്ളവും പായലൊക്കെ അടുത്ത പാടത്തേക്ക് കണ്ടിട്ട് ഒഴുക്കി വിട്ടാള്. അത് എന്നാ വർത്തമാനാ പറയുന്നത്? അങ്ങനെ ചെയ്യാവോ? അവരാണെങ്കിലും കൃഷിയല്ലയോ ചെയ്യുന്നത്? കൃഷിക്കാരല്ലയോ? വേറെ വഴിയില്ല. അതാണ് ഇതിപ്പോ എന്താ അറിയോ? ശരിക്കും ഈ ആഫ്രിക്കൻ പായൽ നമ്മളെ നാട്ടുകാരനല്ല. എവിടുത്തുകാരനാ? ബ്രസീലുകാരനാ. നമ്മളെ റൊണാൾഡോന്റെ നാട്ടുകാരനാ. അദ്ദേഹത്തിന്റെ പൂർവ്വി ഇപ്പൊ നമ്മുടെ നാട്ടിൽ. അവന്റെ ശരിക്കുള്ള കുടുംബം ഏതെന്നറിയോ? സാൽവിനാസ്കി. അതെ നശിപ്പിന്റെ ആളാ. അല്ല, എനിക്കിപ്പോ ഇദ്ദേഹത്തിന്റെ കുടുംബ മഹിമ എന്ന് പറയേണ്ട കാര്യമില്ല. അല്ല, ഞാനൊരു അറിവിന് വേണ്ടി പറഞ്ഞാണ്. അതെ, ആഫ്രിക്കൻ പായലിന്റെ കുടുംബ മഹിമ അറിഞ്ഞിട്ട് നമുക്ക് എന്നതാകാം. അപ്പോ എനിക്കിതൊന്നും അങ്ങ് എന്റെ കണ്ടെത്തുന്ന അങ്ങ്. ഇനിയിപ്പോ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഉണ്ടല്ലോ, കുട്ടനാട് പാക്കേജ് പദ്ധതിക്ക് എന്തെങ്കിലും സാധിക്കുള്ളൂ. അവിടെ പോയി കാര്യങ്ങൾ പറഞ്ഞാൽ മതി. ആണല്ലേ? എന്നതാ ചെയ്യണ്ടേ? ആ ഫോമും കൊടുത്തിരി. ഇതില് ഞാൻ എഴുതി തരാം. ഇതവിടെ കൊണ്ട് കാണിച്ചാലേ ഇതിപ്പോ അപ്പുറത്തെ റൂമില് ഒരു ക്ലർക്ക് ഇരിക്കുന്നുണ്ട്. സുഗതൻ എന്ന് പറഞ്ഞൊരാളാണ്. അയാളടുത്ത് കൊടുത്താൽ മതി. അയാൾ പറഞ്ഞുതരും. അപ്പുറത്തെ റൂമിലിരിക്കണ്ട സുഗതൻ എന്ന് പറയുന്നത് ഈ മുടി ഇങ്ങനെ ചെയ്യുന്ന ആളാണോ അതോ ഇങ്ങനെ വലിക്കുന്ന ആളാണോ? അത് മുടി ചെയ്യുന്ന ആള്. ഇവിടെ നന്നായി വളരുന്നുണ്ട്. ഈ വളർന്നത് ഇവിടെ വളർന്നാൽ മതിയാണ്. പുറത്തുകൊണ്ടുവന്ന് ഒരുപാട് മുടി വേണ്ടോടത്ത് മാത്രമില്ല. ഇതെല്ലാം പാരമ്പര്യമാണ്. ഇങ്ങനെ പോയ 2 കൊല്ലം കൊണ്ട് ഞാൻ മൊട്ടയാവൂട്ടോ. മറിമായം.